എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ ചാല കാസർഗോഡിലൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നൊരു ടോപ്പിക്. നമുക്കറിയാം, ഏതാണ്ട് ഇന്ത്യയിൽ 4 തരത്തിലുള്ള അല്ലെങ്കിൽ 4 വിഭാഗങ്ങളിലായിട്ടാണ് വിദേശീയർ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ വിദേശീയർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. രണ്ടാമത് വന്നിട്ടുള്ളത് ഡച്ചുകാരാണ്. മൂന്നാമത് വന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്. നാലാമത് വന്നിട്ടുള്ളത് ഫ്രഞ്ചുകാരാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള വിദേശീയർ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. 1498 വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ അവർ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങുകയും പിന്നീട് കോഴിക്കോട്ടെ സാമൂതിരിനെ കണ്ടിട്ട് അവിടെ കച്ചവടം ആരംഭിക്കാൻ വേണ്ടി പല പ്രവർത്തനങ്ങളും അവർ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ കുറേ തരത്തിലുള്ള ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരു 3 വ്യവസ്ഥിതികൾ മാത്രമേ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വളരെ ബ്രീഫായിട്ട് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നിവിടെ നോക്കുന്നുള്ളൂ. നമുക്കറിയാം, 1600 ഡിസംബർ മാസത്തിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ക്വീൻ എലിസബത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്പനി മറ്റ് പല പേരിലും അറിയപ്പെട്ടിട്ടുണ്ട്. ജോൺസ് കമ്പനി അല്ലെങ്കിൽ റോയൽ കമ്പനി എന്നീ പേരുകളെല്ലാം ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ആദ്യം ഒരു വ്യാപാരത്തിന് വേണ്ടി മാത്രമായി വന്നിരുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത്. എല്ലാവരുടെയും നാച്ചുറൽ അങ്ങനെയാണ്. പക്ഷേ ബ്രിട്ടീഷുകാർ ഒരു വ്യാപാരികളായിട്ടാണ് ആദ്യം ഇന്ത്യയിലേക്ക് വന്നത്. പിന്നീട് അവർ ഏതാണ്ട് 200 വർഷത്തോളം 200 ഇയേഴ്സ് അവർ 200 വർഷത്തോളം ഇന്ത്യ അവർ ഭരിക്കുകയുണ്ടായി. അവർ പലതരത്തിലുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഇന്ത്യയിൽ നടത്തുകയും ചെയ്തു. ബംഗാൾ, ബീഹാർ റീജിയൻസിലാണ് അവർ ആദ്യമായിട്ട് അവരുടെ 1757 പ്ലാസി യുദ്ധത്തോട് കൂടിയിട്ട് അവർ ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിടുന്നത്. അതൊക്കെ അതിൻ്റെ മറ്റൊരു തലമാണ്. അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള ലാൻഡ് റിഫോംസാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റിഫോംസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. രണ്ടാമതായിട്ട് റൈറ്റ് വാരി സെറ്റിൽമെൻറ്റ്. മൂന്നാമതായിട്ട് മഹൽവാരി സെറ്റിൽമെൻറ്റ്. ഈ 3 സെറ്റിൽമെൻറ്റുമാണ് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, മഹൽവാരി സെറ്റിൽമെൻറ്റ്, റൈറ്റ് വാരി സെറ്റിൽമെൻറ്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജമീന്ദാരി സിസ്റ്റം അല്ലെങ്കിൽ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പെർമനൻ്റായിട്ട് ഒരു പ്രദേശത്ത് നിന്നും ലാൻഡ് കളക്ട് ചെയ്തെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രധാനമായും ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1793 ഈ ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കോൺവാലിസ് പ്രഭുവാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ കോൺവാലിസ് പ്രഭുവാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ പോലും ഇതിൻ്റെ ബിഹൈൻഡ് ദി ഈ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യത്തിൻ്റെ പുറകിലുള്ള ഒരു തല അല്ലെങ്കിൽ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ജോൺ ഷോർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനാണ് ഫുൾ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. അദ്ദേഹമാണ് ഈ ഒരു സിസ്റ്റം ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് 1793 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പൊതുവേ കോൺവാലിസ് പ്രഭുവാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ജോൺ ഷോറാണ്. ഓർത്ത് വെക്കുക. 1793 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇവർ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ റീജിയൻസിലാണ് ആക്ച്വലി ഈ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അവർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബംഗാൾ, ബീഹാർ, ഒറീസ. എന്തുകൊണ്ടാണ് ബംഗാൾ, ബീഹാർ, ഒറീസ? ബിക്കോസ് ആ കാലഘട്ടത്തിൽ ഏറ്റവും ജിയോഗ്രഫിക്കലി എക്കണോമിക്കലി അത്രയും പ്രോസ്പെറിറ്റി ഉള്ള ഒരു സ്ഥലം ഇന്ത്യയിൽ കാണാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് നല്ല പ്രദേശങ്ങളായിട്ടുള്ള ബംഗാളും ബീഹാറും ഒറീസയും ബ്രിട്ടീഷുകാർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എന്താണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്? പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹയറാർക്കിക്കൽ ഓർഡർ അതിനുണ്ട്. ഓൺ ദ ടോപ്പ് ബ്രിട്ടീഷ് ഗവൺമെൻറ്, പിന്നെ നടുക്ക് നമ്മുടെ സമീന്ദാസ്, അതിൻ്റെ ഏറ്റവും ലോവർ ലെവലിലാണ് പെസൻസ് വരുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് ബ്രിട്ടീഷുകാരാണ്, നടുക്ക് ജമീന്ദാർ വരുന്നു, ഏറ്റവും ലോവർ സെക്ഷനിൽ ആരാണ് വരുന്നത്? പെസൻസാണ്. അപ്പോൾ ഈ പെസൻസിനെ ലൂട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം. പെസൻസിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അവരെ ചൂഷണം ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ജമീന്ദാസ്. അവരാണ് ഈ പെസൻസിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്തിട്ട് ആർക്ക് കൊടുത്തിരുന്നത്? ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിരുന്നത്. ബ്രിട്ടീഷുകാർ ഡയറക്റ്റ്ലി ആയിരുന്നില്ല ടാക്സ് കളക്ട് ചെയ്തിരുന്നത് എന്ന് നമ്മൾ ഓർത്ത് വെക്കുക.
ആരാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ വക്താക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമീന്ദാർസ്. അവരാണ് ടാക്സ് കളക്ട് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ കർഷകർ ഏതാണ്ട് 60% അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന വിഭാഗത്തിൽ നിന്നും ഏതാണ്ട് 60% അവർ ഈ സെമീന്ദാർസിന് കൊടുക്കണമായിരുന്നു. അത് വെദർ ഇറ്റ് ഈസ് കോപ്സ് അല്ലെങ്കിൽ അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന കൾട്ടിവേഷൻ അവരുടെ ഫീൽഡ് ഏതെങ്കിലും തരത്തിൽ വെള്ളം കയറിയിട്ടോ മറ്റ് പല തരത്തിലോ പ്രകൃതിക്ഷോഭങ്ങളാലോ നശിക്കുകയാണെങ്കിൽ പോലും ഇവർ നിർബന്ധിതമായിട്ടും ഗവൺമെൻറ്റിലേക്ക് പൈസ കൊടുക്കണമായിരുന്നു. ഈ ടാക്സ് നിർബന്ധമായിട്ട് ഇവർ കൊടുക്കണമായിരുന്നു. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ 60% വരുന്ന ടാക്സ് ബ്രിട്ടീഷുകാർക്ക് ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൊടുക്കണമായിരുന്നു ത്രൂ ദ ഇൻ്റർമീഡിയറീസ്. ആ ഇൻ്റർമീഡിയറീസ് ആരാണ്? ജമീന്ദാർസ്. അപ്പോൾ ഈ 3 ലെയർസ് ഓർത്ത് വെക്കുക. ഓൺ ദ ടോപ്പ് ബ്രിട്ടീഷേഴ്സ്, സെക്കൻഡ്ലി ദ ജമീന്ദാർ സിസ്റ്റം, ആൻഡ് ഫൈനലി ദ ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് പെസൻസ്. ഈ പെസൻസിനെയാണ് എപ്പോഴും ലൂട്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഓർക്കേണ്ടത് ബംഗാൾ, ബീഹാർ, ഒറീസ റീജിയൻസിലാണ് ഇവർ ടാക്സ് ആക്ച്വലി കളക്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈറാർക്കി മറന്നു പോയിരിക്കുക. ഓൺ ദ ടോപ്പ് ബ്രിട്ടീഷ്, സെക്കൻഡ് ജമീന്ദാർസ് വരും, ഫൈനലി ലോവസ്റ്റ് ലെവലായിട്ടുള്ള ഈ നമ്മുടെ പെസൻസ് വരും. അതാണ് ഈ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ജമീന്ദാർ സെറ്റിൽമെൻറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കാം. അടുത്തതായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സിസ്റ്റമാണ് റൈറ്റ് വാരി സമ്പ്രദായം അല്ലെങ്കിൽ റൈറ്റ് വാരി സിസ്റ്റം. ഈ ഒരു സിസ്റ്റം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അവർ സൗത്ത് ഇന്ത്യൻ റീജിയൻസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1820, 1830 കാലഘട്ടങ്ങളിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നും ടാക്സ് ഡയറക്റ്റ്ലിയാണ് ബ്രിട്ടീഷുകാർ കളക്ട് ചെയ്തിരുന്നത്. അവിടെ ഇൻ്റർമീഡിയറീസ് ഒന്നും ഇല്ല. ലൈക്ക് സെമീന്ദാർസ് അവിടെ ഇൻ്റർമീഡിയറീസ് ഒന്നും ബ്രിട്ടീഷുകാർ വെച്ചിരുന്നില്ല. അപ്പോൾ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത് ആരാണ്? ആക്ച്വലി അവിടെ ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇവിടെ ഡയറക്റ്റ്ലി ഫ്രം ദ പെസൻസ്. ദേ കളക്റ്റഡ് ടാക്സസ് ഫ്രം ദി പെസൻസിൻ്റെ കയ്യിൽ നിന്നും ഡയറക്റ്റ്ലി ആണ് ഈ ബ്രിട്ടീഷുകാർ ആക്ച്വലി ടാക്സ് എല്ലാം കളക്ട് ചെയ്തിരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ റൈറ്റ് വിച്ച് മീൻസ് അതിൻ്റെ മീനിങ് എന്ന് തന്നെ പറയുന്നത് കർഷകർ എന്നാണ് അർത്ഥം, റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സവിശേഷത എന്താണ്? ബ്രിട്ടീഷുകാർ ഇൻ്റർമീഡിയറീസിനെ ഒന്നും വെച്ചിട്ടില്ല. പകരം ബ്രിട്ടീഷുകാർ ആരെയാണ്? ഡയറക്റ്റ്ലി ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി ഇവരിവിടെ ഫോളോ ചെയ്തിരുന്നത്. എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സൗത്ത് ഇന്ത്യൻ റീജിയൻസിൽ, ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് ഈ റൈറ്റ് വാരി സിസ്റ്റം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് മറന്നുപോകാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ഫൈനലി മൂന്നാമതായിട്ട് നമുക്ക് നോർത്ത് വെസ്റ്റേൺ റീജിയൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ടാക്സ് സിസ്റ്റത്തിൻ്റെ പേര് മഹൽവാരി സിസ്റ്റം എന്നാണ്. ഇത് പ്രധാനമായിട്ടും നോർത്തേൺ റീജിയൻസിൽ, ഇന്ത്യയുടെ പ്രധാനമായിട്ടും നോർത്തേൺ റീജിയൻസ് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു മാപ്പ്, ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ്റെ ഒരു മാപ്പ് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണം. അതായത് കിഴക്ക് ഭാഗത്ത് നമുക്ക് അരുണാചൽ പ്രദേശ്, ഓക്കെ, 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ്സ് വേണം. താഴെ സൗത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് കേരളം, തമിഴ്നാട് റീജിയൻസിൽ നമുക്ക് ഓർമ്മ വേണം. നോർത്ത്, എക്സ്ട്രീം നോർത്ത് എന്ന് പറയുമ്പോൾ ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ നമുക്ക് ഓർമ്മ വേണം. എക്സ്ട്രീം വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വേണം ഗുജറാത്തിനെ പോലുള്ള സംസ്ഥാനങ്ങളെ നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ ഇവിടെ നോർത്ത് വെസ്റ്റേൺ റീജിയൻസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നോർത്ത് വെസ്റ്റേൺ റീജിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഗുജറാത്ത്, പിന്നെ നമ്മുടെ ഈ പഞ്ചാബ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് മെയിനായിട്ട് ഈ ഒരു മഹൽവാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ് മഹൽവാരി സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വില്ലേജുകളിൽ നിന്നും വില്ലേജ് ഹെഡ്മാൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. അതായത് ചെറിയ കുഞ്ഞു മഹലായിട്ട് ഇതിനെ കണക്കാക്കുകയും ഓരോ യൂണിറ്റായി കണക്കാക്കുകയും അതിനെല്ലാം ഈച്ച് ഹെഡ്മാൻ അല്ലെങ്കിൽ ഓരോ തലവനെയും നിയമിക്കുകയും ബ്രിട്ടീഷുകാർ ചെയ്തു. അതാണ് വില്ലേജ് ഹെഡ്മാൻസ് എന്നറിയപ്പെടുന്നത്. ഈ വില്ലേജ് ഹെഡ്മാൻസിനോട് അവരുടെ മുഖേനയാണ്, അവർ വഴിയാണ് ആക്ച്വലി ബ്രിട്ടീഷുകാർ ഇതിൽ ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. ലൈക്ക് നമ്മൾ ആദ്യം പറഞ്ഞ സെമീന്ദാർ സിസ്റ്റത്തിനെ പോലെ. അതായത് ബ്രിട്ടീഷുകാർ അതിൻ്റെ അടിയിൽ വില്ലേജ് ഹെഡ്മാൻസ്, അതിൻ്റെ അടിയിൽ ഈ പെസൻസ്. ഓക്കെ, അതാണ് ഈ ഒരു സ്ട്രാറ്റം എന്ന് പറയുന്നത്. അത് മറന്നു പോകാതെ ഇരിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. 1 പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, 2 മഹൽവാരി സെറ്റിൽമെൻറ്റ്, 3 റൈറ്റ് വാരി സെറ്റിൽമെൻറ്റ്. ഓക്കെ, 1 ഏതൊക്കെ റീജിയൻസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബംഗാൾ, ബീഹാർ, ഒറീസ റീജിയൻസിലാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് വാരി സെറ്റിൽമെൻറ്റ് എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലാണ് റൈറ്റ് വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മഹൽവാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയേഴ്സിലാണ്. ആ 3 കാര്യങ്ങളും മെയിനായിട്ട് ഓർത്ത് വെക്കുക. ഇയേഴ്സും ഓർത്ത് വെക്കുക.
1793 1793 കോൺവാലിസ് പ്രഭുവാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓർത്ത് വെക്കുക. പക്ഷേ ആക്ച്വൽ ബ്രെയിൻ ആരതാണ്? ജോൺ ഷോറിൻ്റെ ബ്രെയിനാണ്, ഓർത്ത് വെക്കുക. പിന്നീട് 1820 കാലഘട്ടങ്ങളിൽ എന്ത് വരുന്നുണ്ട്? മഹൽവാരി സിസ്റ്റം വരുന്നുണ്ട്. അതിനുശേഷം റാറ്റ് വാരി സിസ്റ്റം 1820-30 കാലഘട്ടങ്ങളിലും റാറ്റ് വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ എല്ലാം എന്താ ബ്രിട്ടീഷുകാർ ഗെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടാക്സ് മറ്റും കിട്ടിയിരുന്നു, വൻതോതിലുള്ള ടാക്സ് കിട്ടിയിരുന്നു. എന്തിനാണ് ടാക്സ്? ഒരു ഗവൺമെൻറ്റിന് സുലഭമായിട്ട് അവരുടെ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ടാക്സ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അവർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ലൂട്ട് ചെയ്യുകയും പിന്നീട് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ പോലുള്ള കുറേ പരിപാടികൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കൃഷിയെല്ലാം അവർ വാണിജ്യവൽക്കരിച്ച് അവരുടെ കച്ചവട കേന്ദ്രമാക്കി മാറ്റുകയും അവരുടെ കുത്തക മോണോപ്പൊളിയാക്കി മാറ്റുകയും ചെയ്യുന്നൊരവസ്ഥ പിന്നീട് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് വളരെ ബ്രീഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.